ഒരു വാപ്പ മക്കളെ പഠിപ്പിച്ചു. വാപ്പാന്റെ സമ്പത്ത് മുഴുവനും ഉപയോഗിച്ചു. നല്ല ധനാഢ്യനായ വാപ്പ മക്കൾ ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസം കൊടുത്തു. 4 മക്കളിൽ 3 ആണും 1 പെണ്ണും. വാർദ്ധക്യ കാലഘട്ടത്തിലെത്തുമ്പോഴേക്കും ആ വാപ്പയും ഉമ്മയും അവശരായുമ്പോ മക്കൾ വിദേശത്താ. നോക്കാൻ ആളില്ലാതെ ആ വീട്ടിലുള്ള പൂച്ച കുഞ്ഞുങ്ങളോട് സംസാരിച്ച് പരസ്പരം ഒന്നും മനസ്സ് തുറന്ന് സംസാരിക്കാനാവാതെ വികാരത്തിന്റെ അതല്ലെങ്കിൽ ജീവിതത്തിന്റെ വലിയ സങ്കടത്തിൽ അവർ ജീവിക്കുമ്പോൾ കുടുംബക്കാരും ബന്ധുക്കളും ഇടപെട്ടിട്ട് പറഞ്ഞു, ഏതെങ്കിലും ഒരു മക്കള് നാട്ടിൽ ഉമ്മനെയും വാപ്പനെയും നോക്കാൻ വരണം, ഏതെങ്കിലും ഒരുത്തന്റെ ഭാര്യയെങ്കിലും വരണം. അവസാനം മനസ്സില്ലാ മനസ്സോടുകൂടി 2ാമത്തെ മകന്റെ ഭാര്യ സ്റ്റേറ്റ്സിൽ നിന്നും ബാപ്പനെയും ഉമ്മനെയും നോക്കാൻ നാട്ടിലേക്ക് വന്നു. പക്ഷെ എന്തോ കുറ്റപ്പെടുത്തലാണോ അതല്ലെങ്കിൽ ഒറ്റപ്പെടുത്തലാണോ വാക്കുകളെ കൊണ്ടുള്ള മുറിവാണോ, പിന്നീട് അധികകാലം ആ ഉമ്മാക്ക് അവിടെ ജീവിക്കാൻ പറ്റിയിട്ടില്ല. മാതാപിതാക്കളോട് നല്ല നിലയിൽ പെരുമാറാത്തതിൻ്റെ പേരിലോ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ആ ഉമ്മ മരണപ്പെട്ടു. പിന്നീട് വാപ്പ ഒറ്റക്കായി, വാപ്പയെ നോക്കാൻ ആളില്ലാതായി. കോടികൾ കയ്യിലുള്ള വാപ്പ പിന്നീട് മാസങ്ങൾക്കുള്ളിൽ ജീവിതം ഒരു തുണ്ട് കയറിൽ അവസാനിപ്പിച്ചു. വാപ്പാന്റെ മയ്യത്ത് നിസ്കരിക്കാൻ പോലും ആ മക്കൾക്ക് നാട്ടിലേക്ക് വരാൻ തോന്നിയിട്ടില്ല. പള്ളിക്കമ്മിറ്റിക്കാരൻ സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്ക് ഭാരിച്ചൊരു സംഖ്യ അയച്ചു കൊടുത്ത് ഒന്നിനും ഒരു കുറവ് വരുത്തണ്ട എന്ന് പറയുമ്പം പള്ളിയിൽ ഇമാമ നിൽക്കുന്ന മൗലവിയെ കൊണ്ട് ഇമാമ നിൽപ്പിക്കേണ്ടി വന്ന ഇന്നും വിട്ടുമാറാത്ത വേദനയുടെ സങ്കടം ഒരു കുടുംബത്തിനൊന്നാകെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, മക്കളെ, നമ്മൾ എത്ര മാനമുട്ട പറന്നാലും ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ഇന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്ത അടയാളങ്ങൾ എന്റെയും നിങ്ങളുടെയും ശരീരത്തിലുണ്ട്. അതെന്റെ രക്തമാണെങ്കിൽ, അതെന്റെ ജീവനാണെങ്കിൽ, അതെന്റെ പൊക്കിൾ കൊടിയാണെങ്കിൽ ലോകത്തെവിടെ ചെന്നാലും മുറിച്ചു മാറ്റാനും അറുത്തു മാറ്റാനും പറ്റാത്ത അടയാളങ്ങൾ സ്വന്തം ജീവിതത്തിലേക്കും ശരീരത്തിലേക്കും ബാക്കി തന്ന ആ മാതാപിതാക്കളോട്, സഹയാത്രികരോട് ഹൃദയം തുറന്ന് നെഞ്ചോട് ചേർക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ?